രണ്ടാമത്തെ കാര്യം പറയട്ടെ, RSSന്റെയും സംഘപരിവാറിനെയും മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് മക്കളെയും പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും RSSന്റെ ശാഖയിലേക്ക് അയച്ചാലാണ് സുകുമാരൻ. അവർക്കൊരു വ്യക്തത പറയട്ടെ പൃഥ്വിരാജിൽ പിന്നീട് പൃഥ്വിരാജിലുണ്ടായ മാറ്റം, ആ മാറ്റം വാര്യൻ ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഉന്നതരായ പല നേതാക്കൾക്കും അങ്ങനെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വ്യക്തിപരമായ നിലപാടുകൾ ഹൈജാക്ക് ചെയ്യാൻ ഇവിടുത്തെ ജിഹാദി സംഘം ശ്രമിക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണല്ലേ. ഒരു മന്ദബുദ്ധിയായിട്ടാണ് ഇവിടെ പൃഥ്വിരാജിനെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ആർക്കെങ്കിലും ഒക്കെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞൊരു മന്ദബുദ്ധി അല്ലേ? പൃഥ്വിരാജിന്റെ പിതാവിനെ കുറിച്ച് നിങ്ങൾ BJP-ക്കാരും അല്ലെങ്കിൽ സംഘപരിവാർ അങ്ങനെ മോശമായി ഞങ്ങൾ ഒരിക്കലും പറയില്ല. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് 1991 നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു. എടപ്പാളിൽ നിന്ന് മലബാർ കലാപത്തിന്റെ അല്ല പിന്നെ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറഞ്ഞു പോകല്ലേ നിങ്ങൾ.